ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ ക്രിസ്മസ് ആശംസകൾ കേട്ടോ. കുറേ നാളായല്ലേ എൻ്റെ ഒരു ലോങ് വീഡിയോ കണ്ടിട്ട്. എന്നാ നമുക്ക് ഒന്നിച്ച് ക്രിസ്മസ് ആഘോഷം. നട്ടിച്ച വെയിലും കൊണ്ട് ബീഫ് മേടിച്ച് വരുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. നട്ടിച്ച വെയിലാണെങ്കിൽ എന്താ ഇറച്ചിക്കടയില്ല തിരക്ക്. എൻ്റെ കർത്താവേ, ഇത്തവണത്തെ ക്രിസ്മസ് കോട്ടയത്തല്ല കേട്ടോ, കൊച്ചിയിലാണ്. അത് ഞാനും കിട്ടിയതിന് മാത്രം. ബീഫ് അരിഞ്ഞ് കിട്ടിയില്ല കേട്ടോ, നല്ല കഷ്ണമായിട്ടാണ് കിട്ടിയത്. പിന്നെ ഞാനതങ്ങ് നുറുക്കിങ്ങ് എടുത്തു. നേരത്തെ നല്ല പരിചയം ഉണ്ടല്ലോ ഇതൊക്കെ ചെയ്തേ. അതായത് വീട്ടിൽ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കാര്യമായതുകൊണ്ട് ഇതത്ര പാടുള്ളൊരു പരിപാടിയായിട്ട് തോന്നിയില്ല. പിന്നെ ഞാൻ ബീഫ് കറിയൊക്കെ അങ്ങ് വെച്ച് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഞാൻ വെച്ചത് കൊണ്ട് പറയാമല്ല കേട്ടോ. ബീഫ് ഇല്ലാതെ എന്ത് ക്രിസ്മസ് അല്ലേ? കെട്ടിയവനും എനിക്കൊന്നും കോഴിയോട് വലിയ താല്പര്യമില്ല. കാണാൻ ഇഷ്ടമാണെന്നോ, കഴിക്കാൻ വലിയ താല്പര്യമില്ല. പക്ഷേ ബീഫ് അത് പിന്നെ മലയാളികളുടെ ഒരു വികാരമാണല്ലോ. ക്രിസ്മസിന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പമാണ് കേട്ടോ, പാലപ്പം. അപ്പോൾ ഞാൻ ഈ മാവ് അരച്ചപ്പോഴത്തേക്ക് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെ പൊന്തി വരുമെന്ന്. കഴിഞ്ഞ പ്രാവശ്യം അരച്ചപ്പം ഭയങ്കര ഫ്ലോപ്പായി കേട്ടോ. എനിക്കങ്ങനെ മാവ് അരച്ച ശീലമൊന്നുമില്ല. ചില സമയത്ത് ഭയങ്കര ഫ്ലോപ്പ് ആകാറുണ്ട്. പക്ഷേ ഇത് അടിപൊളിയായിട്ട് വന്നു കേട്ടോ. നമ്മുടെ ഡബിൾ ഹോൾസിൻ്റെ പാൽപ്പപ്പൊടി ഉണ്ടെങ്കിൽ പിന്നെ എന്തുവാ, ഒന്നും പേടിക്കാനില്ല. അരി അരച്ച ശീലമില്ലാത്തവർക്ക് ഇത് അടിപൊളി ഓപ്ഷൻ കേട്ടോ. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. അരിയൊക്കെ അരച്ച് ബീഫൊക്കെ റെഡിയാക്കിയിട്ട് നേരെ പള്ളിയിലേക്ക്, വീടിന് തൊട്ടടുത്തുള്ളൊരു ആസി പള്ളിയിലാണ് കേട്ടോ പോയത്. സത്യം പറഞ്ഞാൽ ഓർത്തഡോക്സ് കുർബാന ഞങ്ങൾ ശരിക്കും മിസ് ചെയ്തു കേട്ടോ. ഇവിടുത്തെ ഓർത്തഡോക്സ് പള്ളിയിലൊക്കെ കുറച്ച് ദൂരമുണ്ട്. അപ്പം പോയി വരാൻ ഇച്ചിരി പാടാണ്. കെട്ടിയും ജോലിയും കഴിഞ്ഞ് വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ കേട്ടോ പള്ളിയിലേക്ക് പോയത്. സത്യം പറഞ്ഞാൽ വീട് നല്ലോണം മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ക്രിസ്മസ് അല്ലേ, വീട്ടുകാരൊക്കെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ ഞങ്ങളുടേതായ സന്തോഷമൊക്കെ കണ്ടെത്തി കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിലും ഞങ്ങൾ ഓർത്തഡോക്സ് സഭയിലുള്ളവരാണ്. അപ്പോൾ ഓർത്തഡോക്സ് കുർബാന കൂടി ഇപ്പം അതൊരു ശീലമായി. അതുകൊണ്ട് തന്നെ വേറെ ഏത് പള്ളിയിൽ പോയാലും ആ കുർബാന കൂടുന്ന സുഖം കിട്ടില്ല കേട്ടോ. അതൊരു സത്യമാണ്. എല്ലാവർക്കും അവരവരുടേതായ വിശ്വാസങ്ങളുണ്ടാകും കേട്ടോ. അതുപോലെ തന്നെയാണ് എനിക്കും. അപ്പോൾ ക്രിസ്മസിൻ്റെ രാവിലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കി. അപ്പം നേരെ ചുട്ടുണ്ടാക്കി കൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് ആളങ്ങ് അത്ഭുതപ്പെട്ടു കേട്ടോ. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പാലപ്പം ഉണ്ടാക്കിയപ്പം ഭയങ്കര ഫ്ലോപ്പായിരുന്നു. ആ സമയം ഞാൻ ഓർത്തത് എന്നെക്കൊണ്ട് ഈ അരി അരയ്ക്കുന്ന പരിപാടിയൊന്നും നടക്കത്തില്ലെന്നാണ്. പക്ഷേ അടിപൊളിയായിട്ട് വന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. ആളും ഇതുപോലെ സന്തോഷത്തോടെ ഇങ്ങനെ കഴിക്കുന്നത് കണ്ടപ്പോൾ എനിക്കും ഒരു ഭയങ്കര സന്തോഷം. പിന്നെ ഞാൻ അടിപൊളി ആ കറിയിലേക്ക് അപ്പമൊക്കെ കൂട്ടി ഒരു വായം കൊണ്ട് കഴിച്ചു നോക്കി. എൻ്റെ പൊന്നയുടെ ഊവേ, ഇതെന്നാ ടേസ്റ്റാണ്. സത്യം പറഞ്ഞാൽ കോട്ടയംകാർക്ക് അതൊരു വികാരമല്ലേ അല്ലേ? കോട്ടയംകാർക്കെന്നല്ല, ഏത് ജില്ലക്കാർക്കാണെങ്കിലും ഇതൊരു വികാരം തന്നെയാണ്. നമ്മുടെ പൊറോട്ടയും ബീഫും അപ്പവും ബീഫും ഒക്കെ അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ക്രിസ്മസ് ഒക്കെ എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. എല്ലാവർക്കും എൻ്റെ വക ക്രിസ്മസ് ആശംസകൾ. എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്